മൈ ഗൈസ്, ഈ ഒരുങ്ങിയിരിക്കുന്നത് മറ്റൊന്നിനുമല്ല, ഒന്ന് റെയിൽവേ സ്റ്റേഷൻ വരെ പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങി ഇങ്ങനെ വണ്ടി കാത്ത് നിൽക്കുവാണ് ഗൈസ്. അപ്പോൾ വണ്ടി വന്നു, നമ്മൾ കാറിൽ കയറിയിരുന്നു, കാർ മൂവ് ഓൺ ചെയ്തു. അപ്പോൾ എന്തിനാ റെയിൽവേ സ്റ്റേഷൻ വരെ പോകുന്നതെന്നല്ലേ, ചിറ്റപ്പനെ ഒന്ന് കൊണ്ടുവിട്ടിട്ട് വരാം ഗൈസ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്നത്. റെയിൽവേ സ്റ്റേഷനിൽ പോകുന്ന വഴിക്ക് എനിക്ക് ഛർദ്ദിക്കാനൊക്കെ ഏകദേശം ഒരു ടെൻഡൻസിയൊക്കെ വരുമ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ കുറച്ചുകൊണ്ടിരിക്കും ഗൈസ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ലേസൊക്കെ ഇങ്ങനെ കുറച്ചുകൊണ്ടിരുന്നു. പിന്നെന്താ, ഒരു സ്പ്രൈറ്റ് കുടിച്ചായിരുന്നു, പക്ഷേ ഞാൻ എടുക്കാൻ മറന്നുപോയി ഗീസ്. അതൊക്കെ മതി, 2 സ്പ്രൈറ്റും ചിപ്സും ഒക്കെ ഇങ്ങനെ കുറച്ചുകൊണ്ടിരുന്ന വെളിയിലൊക്കെ ഇങ്ങനെ വായി നോക്കി. അങ്ങനെ ലാസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ എത്തിയിട്ടുണ്ട്. ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ. അപ്പോൾ ഇതാണ്, ഈ വരുന്ന ആളെ അറിയാമോ? ഇതാണ് ഷാലിമോൾ എക്സ്പ്രസ്. അപ്പോൾ ഷാലിമോൾ എക്സ്പ്രസ്സിനകത്താണ് ചിറ്റപ്പൻ പോയത്. അപ്പോൾ ചിറ്റപ്പനും പോയി, ട്രെയിനും പോയി, നമുക്കിനി വീട്ടിലോട്ടും പോകാം. അപ്പോൾ കാറിൽ കയറിയിരുന്നതാണ്, പക്ഷേ എൻ്റെ ഫ്രണ്ടിൽ കിടക്കുന്ന സ്പ്രിങ്ങുകൾ ഡാൻസ് ചെയ്യുകയായിരുന്നു ഗൈസ്. ഡാൻസ് കാറിലെ പാട്ട് കൊണ്ടാണെന്ന് തോന്നുന്നു സ്പ്രിങ്ങുകൾ ഡാൻസ് ചെയ്തത്. ഞാൻ എവിടെ പോയാലും ഈ ട്രെയിൻ എന്താ എന്നെ വിട്ട് പോവാത്തത്? വീണ്ടും ഞാനൊരു ട്രെയിനിനെ കണ്ടുമുട്ടി. പിന്നെ ആ ട്രെയിനും പോയി. ഇനി നമുക്ക് വീണ്ടും വീട്ടിലേക്ക് പോകാം ഗൈസ്. വീട്ടിലേക്ക് പോവുകയാണ്. റോഡ് നോ കാറ്, റോഡ്, വീട്. ഞാൻ ഡോറാബുജി ട്രൈ ചെയ്തതാണ്, എങ്ങനെയുണ്ട്? വീണ്ടും നമ്മുടെ സ്പ്രിങ്ങി ഡാൻസ് തുടങ്ങി ഗൈസ്. സ്പ്രിങ്ങി വീണ്ടും ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുന്നു. അതൊക്കെ പോട്ടെ, എൻ്റെ കാര്യം നടക്കട്ടെ. നമുക്ക് വെളിയിലോട്ട് 2 വായി നോക്കി വല്ല ചെറുക്കന്മാരൊക്കെ ഉണ്ടോ എന്നൊന്ന് നോക്കാം ഗൈസ്. കുഴപ്പമില്ലാത്ത കളക്ഷനൊക്കെ കിട്ടിയിട്ടുണ്ട്. പിന്നെന്താ, എനിക്ക് വീണ്ടും ഛർദ്ദിക്കാനുള്ള തോന്നലൊക്കെ വന്നു. അപ്പോൾ വീണ്ടും നമുക്ക് ഷവർമ റോള് കഴിച്ചാലോ ഗൈസ്. കുഴപ്പമില്ലായിരുന്നു, ഒരു ആവറേജ് ഷവർമ റോളായിരുന്നു ഗൈസ്. കുഴപ്പമില്ല, എന്തായാലും വിശന്നിരുന്നതുകൊണ്ട് അതിന് അത്യാവശ്യം നല്ല ടേസ്റ്റ് ഫീൽ ചെയ്തു. പിന്നെ എന്താ, ഉപ്പിലിട്ട് വെച്ചേക്കുന്ന കുക്കുംബറും 2 ക്യാരറ്റും. ഞാൻ മുളകെടുത്ത് കഴിച്ചില്ല, എനിക്ക് മുളക് കഴിച്ചാൽ ഞാൻ അവിടെ ഇരിക്കത്തില്ല, നന്നായിട്ട് എരിയും. പിന്നെന്താ, നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ് ഗൈസ്. അപ്പോൾ വീടിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട്, നമ്മൾ വീട്ടിലോട്ട് കയറാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ വീട്ടിലെത്തി ഗൈസ്. ലാസ്റ്റ് നമ്മൾ വീട്ടിലെത്തി. ഇനി എന്താ, എൻ്റെ വിശപ്പ് ഇതുവരെയായിട്ടും അടങ്ങിയിട്ടില്ല ഗൈസ്. അപ്പോൾ എൻ്റെ വിശപ്പ് അടങ്ങാൻ വേണ്ടിയിട്ട് നമുക്കൊരു അടിപൊളി പൊറോട്ടയും റോസ്റ്റും കൊണ്ട് കഴിച്ചാലോ. നല്ല എരിവുണ്ടായിരുന്നു, നല്ല അടിപൊളിയായിട്ട് ഞാനിരുന്ന് കണ്ണിൽ നിന്ന് പൊന്നീച്ച മാറി. പക്ഷേ ടേസ്റ്റും നല്ല അടിപൊളിയായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് അണ്ണന് മേടിച്ച് വെച്ചിരുന്ന അൽഫാമും ഒക്കെ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഇരുന്ന് എടുത്ത് കഴിച്ചു ഗൈസ്. അതും കുഴപ്പമില്ല, അതൊരു ആവറേജ് ആയിരുന്നു. പക്ഷേ റോസ്റ്റ് കൊള്ളായിരുന്നു ഗൈസ്. റോസ്റ്റും പൊറോട്ടയും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ചു. അപ്പോൾ രാത്രി ഇതൊക്കെയായിരുന്നു പരിപാടി. മറ്റൊരു കാര്യം കൂടെ, ചെസ് മൂവി കണ്ടോടാണ് ഞാൻ പൊറോട്ടയും റോസ്റ്റും കഴിച്ചത്. അപ്പോൾ ഇതൊക്കെയായിരുന്നു രാത്രിയിലത്തെ പരിപാടിയൊക്കെ. അപ്പോൾ ടാറ്റ ബൈ ബൈ ഓൾ.